നമ്മുടെ ഈ റോഡ് പോണത് വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലുണ്ടായിട്ട് സർക്കാർ ഏറ്റെടുത്ത് വീടുകൾ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ്. നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം അവിടെ എത്രത്തോളം വീടുകൾ ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം വീടുകളുടെ പണി നടക്കുന്നുണ്ട്, എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് മാധ്യമങ്ങൾ പറയുന്നതല്ല. നമുക്ക് പോയി ഒന്ന് നേരിട്ട് കണ്ടു നോക്കാം. നമ്മുടെ വയനാട് കൽപ്പറ്റ ബൈപ്പാസിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒന്ന് റൈറ്റ് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ. വയനാട് നടക്കുന്ന ടൗൺഷിപ്പ് പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടമെന്ന രീതിയിലുള്ള 100 വീടുകളുടെ പരിപാടി, നിരവധി വീടുകളുടെ തറയുടെ ബെൽറ്റ് വാർപ്പ് കഴിഞ്ഞ ഒരവസ്ഥയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഞങ്ങളിവിടെ വന്നപ്പോൾ 2 ചേച്ചിമാർ റോഡ് സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ നോക്കിയേക്കെന്ന് ചോദിച്ചപ്പം അവർ ഞങ്ങളോട് പറഞ്ഞ കാര്യം ഞങ്ങളുടെ വീടിൻ്റെ പണിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. അത്രയും സുതാര്യമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഓരോ ജോലികളും മുന്നോട്ട് പോകുന്നത്. കുറഞ്ഞ സമയമാണ് ഈ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് കേട്ടോ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ കൃത്യമായ മേൽനോട്ടം. നമ്മൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിരവധി വാഹനങ്ങൾ അവരുടെ വന്ന് പോകുന്നത് കണ്ടു. നിരവധി ഉദ്യോഗസ്ഥർ വന്ന് നടക്കുന്ന പ്രവർത്തികൾ കൃത്യമായി നിരീക്ഷിക്കുന്നതും കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് നേരിട്ട് കാണാൻ സാധിച്ചൊരു കാര്യമാണ്. ഇവിടെ വന്ന് ഈ കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയൊരു പുനരധിവാസ പ്രവർത്തനം അല്ലെങ്കിൽ ടൗൺഷിപ്പ് പ്രവർത്തനം നടന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ കാണാൻ കഴിയുന്നതാണ് ഇവിടുത്തെ മാതൃകാ വീട്. ഈ വീടിനെ പോലെയാണ് ബാക്കി ഉണ്ടാക്കുന്ന 100 വീടുകളും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ മുന്നിലൊരു വീട് ഉണ്ടാക്കി തന്നിട്ട് ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചിട്ട് മറ്റു വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെയുള്ളൊരു പുനരധിവാസ പാക്കേജ് അല്ലെങ്കിൽ ടൗൺഷിപ്പ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി പറയുക കേട്ടോ. എന്തായാലും വയനാട് വരുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതിനോട് സംശയമുള്ള ആളുകളൊക്കെ ഒന്ന് കൽപ്പറ്റ ബൈപ്പാസിൽ നിന്നും ഈ റൂട്ടിലേക്ക് കയറി ഒന്ന് ഈ വഴിയിലൂടെ സന്ദർശിച്ചാൽ നമുക്ക് നേരിട്ട് നമ്മൾ ആ കണ്ണുകൊണ്ട് നമുക്ക് കണ്ട് ബോധ്യപ്പെട്ട് പോകാവുന്ന കാഴ്ചകളാണിതൊക്കെ.